ഇതും 2017 സിയാസാണ്. നേരത്തെ കണ്ടത് 18ആണ്, ഇത് 17ആണ്. ഇത് 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2013 സ്വിഫ്റ്റ് VDA ആണ്. ഡീസൽ 67,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. അതെ, ഇത് 2017 ഇറാ പ്ലസ് തന്നെയാണ്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ. 2021 മോഡൽ വാഗണർ VX ആണ്. 1.2 ആണ്. 1.2. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ അല്ല, സോറി, സെക്കൻഡ് ഓണർ കേട്ടോ. സെക്കൻഡ് ഓണർ. 2010 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. LXA വേരിയൻ്റ് ആണ്. വണ്ടി നല്ല വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ മാടനട എന്ന് പറയുന്ന സ്ഥലത്താണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ട് പോകുന്ന വഴിക്ക് മാടനട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ട്രൂ വാലി ഷോപ്പിലാണ് നമ്മൾ ഒന്നിക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. കാരണം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ കളക്ഷൻസും കിടപ്പുണ്ട്. അതായത് ഇപ്പം നമുക്ക് എല്ലാ മാസം എടുക്കുകയാണെങ്കിലല്ലേ ആവർത്തനം വരുള്ളൂ. ഇപ്പം നോക്കുമ്പം എല്ലാം പുത്തൻ വണ്ടികളാണ്. അപ്പം ബ്രീസ അടക്കം നോക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇയോണുണ്ട്, വോൾട്ടയുണ്ട്, വാഗണറുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്രീസ അടക്കമുള്ള നോക്കുന്ന ടൈപ്പ് വണ്ടികൾ എടുക്കാൻ അത്രയ്ക്കും വില നോക്കാവുന്ന ടൈപ്പ് ആൾക്കാർക്ക് എല്ലാവർക്കും എടുക്കാവുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പും അതിനൊത്തൊരു വീഡിയോ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും നല്ല പുത്തൻ കുറേ വണ്ടികളും കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇവരുടെ ആദ്യത്തെ വീഡിയോ എടുക്കുകയാണ്. ബാ ഹലോടാ. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഇവിടുത്തെ ഒരു വണ്ടികളുടെ വിശേഷം? നമുക്ക് ചെറിയ വണ്ടികൾ കുറവാണ്. അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഒരു വീഡിയോ കാണുന്നവരെല്ലാം അറിയണമല്ലോ, എല്ലാം ചെറിയ വണ്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും. പിന്നെ നമുക്കിപ്പം ചെറിയ വണ്ടികളെന്ന് വെച്ചാൽ 1 രൂപയ്ക്ക് താഴെയുള്ള വണ്ടികൾ കുറവാണ്. ഒരു 1.5 രൂപ ആ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ 1-2 കിടപ്പുള്ളൂ. പിന്നെ അതിന് മുകളിലോട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ 1.5 തൊട്ട് മുകളിലോട്ട് എത്ര വരെ പോവും? ഒരു 8 രൂപ 8.60 വരെയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു മാന്യമായ വിലയൊക്കെ പറഞ്ഞ് വണ്ടികൾ വാങ്ങിക്കണം കേട്ടോ. വിലയൊക്കെ മാന്യമായിട്ടുള്ള വിലയാണ്. എന്നത്തെ പോലെ നമുക്ക് കുറേ തെറിയേക്കാം എന്നൊക്കെ ഞാനും കരുതുന്നു. പക്ഷേ വണ്ടിയൊക്കെ പൊതുവെ എല്ലായിടത്തും വില കൂടുതലാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും വണ്ടിക്ക് ഇപ്പം ഇച്ചിരി വില കൂടുതലാണ്. നമുക്ക് നോക്കാം. ശരി, ബാ വണ്ടി കാണാം. പിന്നെ സാധാരണ പറയാമെന്നുള്ള ആവശ്യമുള്ളവർ വരിക. സ്ഥിരം പരിപാടി തന്നെ. ആവശ്യത്തിന് വില സംസാരിക്കുക. നമുക്ക് തരാൻ പറ്റുന്ന വേറെ പ്രൈസാണെങ്കിൽ കൊടുക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ വണ്ടികൾ കുറവാണ്. പിന്നെ ഇപ്പോൾ കിടക്കുന്ന വണ്ടികൾ പലതും പുതിയ സ്റ്റോക്കുകളാണ്. പ്രൈസ് പറയുമ്പോൾ ഞാനൊന്ന് മൊബൈലിൽ നോക്കും. അത് കുഴപ്പമില്ല, എല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ല. എല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. പുതിയ കുറേ സ്റ്റോക്കുകൾ ഇറക്കും. അന്നേരം നമുക്ക് ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ടോയിൽ ഇതൊരു 2010 വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ കുറവാട്ടോ. 43 കിലോമീറ്റർ ഓടിയുള്ളൂ. ആ ടയർ തന്നെ കിടക്കുന്നു തോന്നുന്നു. മൊട്ട ടയറാണല്ലോ. 43 കിലോമീറ്റർ ഓടിയുള്ളൂ. റീടെസ്റ്റ് ആയി കിടക്കുക. നമ്മളിപ്പോൾ റീടെസ്റ്റിന് വേണ്ടിയുള്ള അത്യാവശ്യം പെയിൻറ്റിങ് വർക്കെല്ലാം ചെയ്തിട്ട് ഇനി ഇതിപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴും റീടെസ്റ്റ് ചെയ്തേ കൊടുക്കത്തുള്ളൂ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 1.40 എന്തോ പ്രൈസ് ഇട്ടിരുന്നത്. നമുക്ക് റീടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം മാന്യമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കാം. വില അപ്പോഴും ഒന്ന് പറയാൻ അറയ്ക്കുന്നുണ്ട് കേട്ടോ. റീടെസ്റ്റ് ചെയ്യുമ്പോഴേ എന്തായാലും നമുക്കൊരു എമൗണ്ട് ആവും. പെയിന്റിങ് തന്നെ നല്ലൊരു എമൗണ്ട് ആയി ഇപ്പോൾ ഉണ്ട്. പെയിന്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി പെയിന്റ് ആണ് ഇത്. നല്ല പെയിന്റിങ് തന്നെ. ടയേഴ്സ് എല്ലാം മാറേണ്ടി വരുമല്ലോ. അപ്പം ടയേഴ്സ് 2 ടയർ മാറണം. ടയേഴ്സ് മാറേണ്ടി വരുമല്ലോ. എല്ലാം മാറണ്ട. നല്ല ടയർ എടുത്ത് ബാക്കിൽ ഇട്ടിട്ട് ഫ്രണ്ടിൽ പുതിയ ടയർ ഇടാം. അപ്പോൾ ചോദ്യം ഒരുവിധം മാന്യമായിരിക്കും പ്രതീക്ഷിക്കുന്നു. 140 നമ്മൾ ഷോറൂം പ്രൈസ് ഇട്ടിരിക്കുന്നത് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ അതിനകത്ത് പ്രൈസിനകത്ത് വ്യത്യാസം വരും. ഈ പറഞ്ഞത് ടയർ മാറി എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാം. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വേണ്ടിയുള്ള രീതി ചെയ്തിട്ടിരിക്കുക. ഇത് 2014 മോഡലാണ്. 2014 ഏതാ ഇത് മോഡല്? എറയാണോ മാഗ്നയാണോ? ഇത് ഡിലൈറ്റ് ആണോ? ഡിലൈറ്റ് പ്ലസ് ആണ്. ഓക്കെ. അപ്പം AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് എടുത്തു. ഈ സ്റ്റീരിയോ വരുന്നില്ലേ? സ്റ്റീരിയോ പഴയ കസ്റ്റമറുകളെ കൊണ്ട് പോയെന്ന് തോന്നുന്നു. അത് ശരി. പരിപാടി കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പുതിയ സ്റ്റോക്കുകളാണ്. അതൊന്നും വാഷ് ചെയ്തിട്ടില്ല. വൃത്തികേടായിട്ട് കിടക്കുകയാണ്. കഴുകാത്തതിൻ്റെതായ പ്രശ്നങ്ങളല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അത്യാവശ്യം അതിനുള്ളൊരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത ഉണ്ട്. ഇത് 2014 വണ്ടി 92,000 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുണ്ട് കേട്ടോ. അത്ര ഓടി. 14 വണ്ടി 94,000 കിലോമീറ്റർ. കിലോമീറ്റർ ആയിരിക്കും കേട്ടോ. 145 പ്രൈസ്. 145. പിന്നെ അതിൽ വിലപേശും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. 2015 അതായത് അത് ഇയോൺ തന്നെ. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ. 94,000 കിലോമീറ്റർ. ഇത് ഓടിയിട്ടുണ്ടോ? ഇത് ഓടിയിട്ടുണ്ട്. ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ്. പക്ഷെ ഓട്ടം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട്. അകത്തെ സീറ്റ് അവരൊക്കെ കീറിയിരിക്കുകയാണല്ലോ, അതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമോ? പിന്നെ നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. അതൊക്കെ വൃത്തിയാക്കാം. ഇത് നമുക്ക് 2.15 ചോദ്യം. 2 ഡോർ പവർ വിൻഡ് ആണല്ലേ. ഇത് 10,990 ഓടിയില്ലേ? 94,000 കിലോമീറ്റർ. അത്ര ഓടിയില്ലേ? എന്നിട്ട് ഇത്രയും പ്രൈസ് എടുക്കുന്നത് ഓടാനല്ലേ? വണ്ടി എടുക്കുന്നത് ഓടാനാണ്, പക്ഷെ ഇത്രയും ഓടുമ്പോൾ അതിൻ്റെതായ വിലയിൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ? കൊടുക്കാം, വില കൊടുക്കാം. 2.25 അല്ലേ ചോദ്യം? 15. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്കൊരു 50 രൂപ റേഞ്ചിൽ ചെയ്യാം. ഒരു 5 വർഷം വരെ ലോൺ കിട്ടത്തില്ലേ? 15 അല്ലേ, 5 വർഷം കിട്ടത്തില്ല. അതൊന്ന് ഫിനാൻസ് ആയിട്ട് ചോദിക്കാം. ഈ മോഷൻ ടയറായിട്ട് കിടക്കുന്ന മാറി കൊടുക്കൂ. മോഷൻ ടയർ മാറി കൊടുക്കും. അല്ലേ, ഇത് 2017 ഇറ പ്ലസ് തന്നെയാണ്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. 61,000 കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. 2 ഡോർ പവർ സ്റ്റിയറിംഗ്. ഇതിന് പക്ഷേ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 260 പ്രൈസ്. 260? അതെ. എന്തെങ്കിലും കുറച്ച് പറയടാ. 17 വണ്ടിയല്ലേ? 17 വണ്ടി. എന്തോ ഓടിയിട്ടുണ്ട്? 61,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളത്. ഓക്കെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ടയേഴ്സ് ആവറേജ് ഉണ്ട്. അത്യാവശ്യം നല്ല എമൗണ്ടിൽ കുറച്ച് കൊടുക്കാം. 260 അല്ലേ, അത്യാവശ്യം കുറച്ച് കൊടുക്കാം. എത്ര രൂപ ഈ വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപ. 50 രൂപ. ഓൺലി 50 റുപ്പീസ്. 2017 കിഡ് ക്ലൈംബർ. ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണറാണ്. RXT വേരിയൻ്റ് ആണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? 79. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. കിലോമീറ്റർ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച്. പവർ വിൻഡോസ് ഇല്ല? പവർ വിൻഡോസ് ഉണ്ട്. ഫ്രണ്ട് മാത്രം അല്ലേ? ഓക്കെ. ബാക്ക് സൈഡും ഒക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയാണ്. ഓക്കെ. എത്ര ചോദ്യം? 280. 280. 17 ആണ്. 17. അല്ല, കിലോമീറ്റർ ഓടി. 79,000. 79? 29 ഓടി. വേറെ പറയത്തക്ക കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല? വണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി കാണാൻ ഭംഗിയുണ്ട്. ഓടിച്ചിട്ട് ഞാൻ ഓടിച്ചു നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2018 ഓൾട്ടോ 800 സിംഗിൾ ഓണറാണ്. 55,000 കിലോമീറ്റർ. LXI വേരിയൻറ്റ്. LXI. ഇവൻ്റെ ബോഡിയൊക്കെ കൊള്ളാം. വാറണ്ടി വരും. എത്ര മാസം? 6 മാസം വാറണ്ടി സർവീസും വരും. ഈ വണ്ടിക്കകം ഓക്കെയാണ്, വൃത്തിയും കാര്യമുണ്ട്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ വാറണ്ടി വരുന്നില്ലേ? ഓക്കെ. എത്ര ചോദ്യം? 3.15 ആണ്. 3.15? അതെ. ഏത് വർഷമായിരുന്നു? 18. ഇത് 2022 മോഡലാണ്. 32,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ പുതിയതിൻ്റെ വില വരുമെന്ന് സാരം? 360. സ്റ്റീരിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റീരിയോ നമുക്ക് ചെയ്തു കൊടുക്കാം. സീറ്റ് കവേഴ്സോ? ഉണ്ട്. സീറ്റ് കവർ ഉണ്ടല്ലോ. ഇത് നോർമൽ സീറ്റ് കവർ അല്ലേ? അല്ല, സീറ്റ് അല്ലേ? അല്ല, സീറ്റ് കവർ ആയിട്ടില്ലല്ലോ. അതുകൂടി ചെയ്ത് കൊടുക്കൂ. സീറ്റ് കവർ ഇല്ല, അത് ചെയ്യില്ല. സ്റ്റീരിയോ വെച്ച് കൊടുക്കും. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. അതായത് ആ ഫസ്റ്റ് ടയർ തന്നെ ആയിരിക്കും അല്ലേ? നമുക്ക് 2027 വരെ വാറണ്ടി കിടപ്പുണ്ട്. എക്സ്റ്റൻഡ് വാറണ്ടി കിടപ്പുണ്ട്. പിന്നെ 1 വർഷത്തെ നമ്മളെ ട്രൂ വാല്യൂ വാറണ്ടിയും കൂടെ വരും. അങ്ങനെ 28 വരെ വാറണ്ടി ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2019 മോഡലാണ്. കേട്ടനാണ്. ഇത് 32 റേഞ്ചത്തെ ഓടിയിട്ടുള്ളൂ. VXI വേരിയൻ്റ് ആണ്. ടയറൊക്കെ കൊള്ളാം. അത്യാവശ്യം ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകം
AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ കാര്യങ്ങളാണ്. നമുക്ക് 6 മാസം വാറണ്ടി സർവീസും വരുന്നത്. ഉള്ള വണ്ടിയാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വക രീതിയിലെല്ലാം വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചാറിയ വണ്ടിയാണ്. ടയേഴ്സ്, എല്ലാ ടയേഴ്സും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 385. 385 കുറയുമോ? പിന്നെ കുറേ എല്ലാ വണ്ടിക്കും. 2013 സ്വിഫ്റ്റ് VDA ആണ്. ഡീസൽ. ഓണർഷിപ്പ് എത്ര? 67,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണറാണ്. തേർഡ് ഓണർ. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി ക്ലീൻ ആണ്. ഓണർഷിപ്പ് 3 ആണെന്നേ ഉള്ളൂ. വണ്ടി ക്ലിയർ ആണ്. ഫോർഡോ പവറിൻ്റെ എല്ലാം ഉണ്ട്. ഫ്ലോർ മാറ്റും കാര്യമൊക്കെ അടിച്ചിട്ട് മാനുവലാണ്. കൊള്ളാം, നല്ല കാണാൻ വണ്ടി കാണാൻ കൊള്ളാം. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറും എല്ലാം ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 365. 365 ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? അല്ലല്ല. വേറെ കളർ ഫെയ്ഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല അല്ലേ? അതാ ഇവിടെ പക്ഷെ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഈ ബമ്പറിൽ ലോക്ക് മാറാതെ എളുപ്പപ്പണി കാണിച്ചതാ. അത് ലോക്ക് മാറി കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു 50-60 രൂപ കണ്ട് ഇറങ്ങിക്കൂടെ? 50 രൂപ റേഞ്ചിൽ ഇറക്കാം. 2018 മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ്. സെലേറിയ ഓട്ടോമാറ്റിക് VXI. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 33,000 കിലോമീറ്റർ. 33 ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളതൊന്നുമില്ല. വൈറ്റ് കളർ വണ്ടി തുറക്കാൻ പറ്റൂല. വണ്ടി ലോക്കാണ്. നമുക്ക് വണ്ടി തുറന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് 470. 470. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയലേ. എന്ത് വില നീ ഇങ്ങനെയൊക്കെ വില പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2021 മോഡൽ വാഗണർ VXI ആണ്. 1.2 ആണ്. 1.2. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ അല്ല, സോറി, സെക്കൻഡ് ഓണർ കേട്ടോ. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. വണ്ടി കാണാൻ കൊള്ളാം. വണ്ടി കൊള്ളാം, നല്ല കിലോമീറ്റർ അത്ര ഓടിയോളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം ആ രീതിക്കാണ് വണ്ടി ഇരിക്കുന്നത്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ ഉണ്ട്. മാനുവലാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. കുറച്ച് കിലോമീറ്റർ ഓടിയോളെന്ന് പറയുന്നെങ്കിലും അത് ആ വണ്ടിക്കകം വൃത്തിയുള്ളതുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യം. ആ ടയേഴ്സൊക്കെ തന്നെയാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? 545 പ്രൈസ്. 545. 2010 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. LXI വേരിയൻ്റ് ആണ്. വണ്ടി നല്ല വണ്ടി കേട്ടോ. പെട്രോളാണ്. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടി? കിലോമീറ്റർ 80 ആ റേഞ്ച് എന്തോ ഓടിയിരുന്നു. ടച്ച് സ്ക്രീനൊക്കെ ഉണ്ട്. 342 ആ റേഞ്ചിൽ ഓടിയിരുന്നു. വണ്ടി ക്ലീനാണ്. വണ്ടി നല്ല വണ്ടിയാണ്. അഡീഷണൽ വെച്ചാണ് ഈ പവർ വിൻഡോ ഇതെല്ലാം അഡീഷണൽ ചെയ്യുന്നത്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 190 പ്രൈസ്. 190. ഏത് മോഡലായിരുന്നു? 10. മൊത്തം പൈസയും കൊണ്ടുവരണം. ഇതിന് ലോൺ കിട്ടത്തില്ല. വണ്ടി ഓവറോൾ കാണാൻ വണ്ടി കഴിവ് വൃത്തിയാക്കി ആക്കി കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു വൃത്തിയും കാര്യമൊക്കെ വരും. വൃത്തിയും കാര്യമല്ല, വണ്ടി വൃത്തിയാണ്. എഞ്ചിൻ സൈഡൊക്കെ പക്കയല്ലേ? ചുമ്മാ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വരേണ്ട അവസ്ഥ വരരുത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് വണ്ടിയാണ്. അല്ല, ഇത് ഒരു നാട്ടിൽ നിന്ന് ഒരു കടയിൽ വന്നൊരു സാധനം എടുക്കാൻ വന്നിട്ട് പിന്നെ അതിന് അങ്ങനെയുള്ള അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ചിലത് യാർഡിൽ നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്നത്, ചിലത് വർക്ക് ചെയ്ത വണ്ടികളൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മളൊരു കസ്റ്റമർ വന്ന് ഓടിച്ചു നോക്കി അയാൾ പറയുന്ന കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനൊരു കേസ് നമുക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഈ കിടക്കുന്ന പരിപാടിയൊന്നും വന്നിട്ടില്ല. 2010 റിപ്സ് ആണ്. റിപ്സ് VXI 99,000 കിലോമീറ്റർ. 99. ഡീസലല്ലേ? പെട്രോൾ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? 2010 ഒന്നുമില്ല.
ടെസ്റ്റ് ഈ വരുന്ന വർഷം തന്നെയല്ലേ? ഏത് മാസമായിട്ടാരും ഇത് നോക്കണം, ഫയൽ നോക്കണം. ഓക്കെ, വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സീറ്റ് കവേഴ്സ്, അത് ഇത്രയും വർഷപ്പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കീറി പറഞ്ഞു പോയിട്ടൊന്നുമില്ല. വണ്ടി ആ രീതിയിലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോറും അത്യാവശ്യം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊള്ളാം. വേറെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇവിടെ ഒന്നുമില്ല, പക്ഷെ അതാ ഇവിടെ അതിങ്ങനെ തുരുമ്പിൻ്റെ അത് മിക്കവാറും വണ്ടികളിലെല്ലാം അല്ല കണ്ടത് ഞാൻ മെൻഷൻ ചെയ്തു. ഞാൻ പറഞ്ഞോ, നീ പേടിക്കാടേ, അതൊന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. പേടിക്കുന്നതിന് നമ്മള് റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ. എത്ര ചോദ്യം? നമുക്ക് 2.15 ചോദ്യം. 2.15? ഈ വരുന്ന മാസങ്ങളിൽ ഏതൊരു മാസം ടെസ്റ്റാ? അത് നമുക്കിപ്പം ചെയ്യുമ്പോൾ പരിപാടി എന്ന് വെച്ചാൽ കൊടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലെല്ലാം വർക്ക് ചെയ്ത് കൊടുക്കും. പെയിന്റ് കാര്യങ്ങൾ, ടയേഴ്സ് നമുക്ക് ഒരു 60 ദിവസം മുന്നെയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലാതാണെങ്കിൽ ടെസ്റ്റിന് വേണ്ടിയുള്ള രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്തൊരു ഓൾട്ടോ വണ്ടിയിലായിരുന്നു, അത് ടെസ്റ്റായി വന്നപ്പോഴത്തേക്ക് ചെയ്തിട്ടിരിക്കുക. അതുപോലെ മൊത്തത്തിൽ പെയിന്റും കാര്യങ്ങളൊക്കെ നോക്കി ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ കൊണ്ടുവന്നവർക്ക് ഫീസ് അടച്ച് കാണിച്ചാൽ മതി, ആ രീതിയിലാക്കി കൊടുക്കും. നമുക്കിതാ ഇത് നോക്കാം. ഇത് 2018 മോഡൽ ഇഗ്നീസ് ആണ്. ഇഗ്നീസ് ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. എന്ത് ഓടി? കിലോമീറ്റർ ഒന്ന് നോക്കിക്കോട്ടെ. ടയേഴ്സ് ഒക്കെ നല്ല ടയർ കിടപ്പുണ്ട്. ഈ ബ്ലാക്ക് ഒക്കെ പ്രത്യേകം ചെയ്തതാണോ? പഴയ കസ്റ്റമർ ചെയ്തതാണ്. ബുക്കിലുണ്ടോന്ന് അറിയില്ല, നോക്കണം. ചെറിയൊരു ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ബേസ് മോഡലാട്ടോ. ബേസ് മോഡൽ സിഗ്മ വേരിയന്റ് ആണ്. 81,000 കിലോമീറ്റർ ഓടി. ഓക്കെ, നല്ലൊരു വണ്ടി തന്നെ. 81 ഓടി എന്ന് പറഞ്ഞാലേ ഇപ്പം നേരത്തെ കണ്ട ആ ഒരു സ്വിഫ്റ്റിൻ്റെയും മറ്റേ എന്തുവാ റിറ്റ്സിൻ്റെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, റിറ്റ്സ് ആയാലും ഏറ്റവും പുതിയ വാഗണറില്ലേ അതിൻ്റെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഡോറൊക്കെ തുറക്കുമ്പോഴെടുക്കുമ്പോഴൊക്കെ ഉള്ളൊരു ഫ്രഷ്നെസ് ഉണ്ട്. അത് ഇതിനുണ്ട്. മറ്റേനേക്കാളൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഏകദേശം എത്ര ചോദ്യം? ഇത് 4.55. 4.55? 4.55. ഓക്കെ, ഈ ടയർ മൊട്ടകൾ മാറി കൊടുക്കണം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് ഇട്ടിരിക്കുന്നത് ഒന്നുകിൽ നമ്മൾ പ്രൈസിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ ടയർ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. ഇത് 2020 മോഡൽ ബെലാനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. കിലോമീറ്ററൊക്കെ എന്തോടി? കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. 62,000 കിലോമീറ്റർ. 62. ഫോർഡ് പവർ വിൻഡോ, പവർ സ്റ്റിയറിങ് സ്റ്റിയറിങ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാം വരുന്ന മോഡലാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയറും അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 6.65. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ 6.65 എന്ന് പറയുമ്പോഴേടാ അത് ഏകദേശം ഷോറൂം പ്രൈസ് ഒക്കെ ആവുന്നില്ലേ വണ്ടി? ഷോറൂം ബേസ് മോഡൽ വണ്ടിക്ക് തന്നെ 8 രൂപ അടിപ്പിച്ച് വരുന്നില്ലേ? ആണോ? പിന്നെ ശരി. ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് 10 ചില്ലറ എന്തോ ഉണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? അല്ലല്ല, സെക്കൻഡ് വേരിയന്റ്. 2017 സിറ്റിയാണ്. ഓണർഷിപ്പ് എത്രയാ? ഇത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല ടയർ കിടപ്പുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? എടാ ഓട്ടം എന്തുവാ? 70 റേഞ്ച്. 70 ഓടിയിട്ടുണ്ട്. ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 74 കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാനുവലാണ്. ഫോർഡ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ. ഇത് മൈലേജ് എന്താണ്? കിട്ടുമായിരിക്കും. ബാക്ക് AC വെന്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 6.70 പ്രൈസ്. 6.70? ഈ വണ്ടി ഉണ്ടോ? ഇത് ഡെലിവറിക്ക് ഇന്നിപ്പോൾ ഡെലിവറിയാണ്. 2015 മോഡൽ കേട്ടനാണ്. ഈ ഒരു വൃത്തിയിലാണ് കൊടുക്കുന്നത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ വണ്ടികളും നമ്മൾ ഇതേ കണക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു ക്വാളിറ്റി തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഫുൾ സർവീസ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി ക്ലീനിങ്ങും പോളിഷും എല്ലാം ചെയ്ത് മെക്കാനിക്കലെല്ലാം ചെക്ക് ചെയ്ത്.
ഈ ഞാൻ വേറെ കാര്യം ഈ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോഴേ നിങ്ങൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുതിയ ഇട്ടാണോ കൊടുക്കുന്നത്? നമുക്ക് വാറണ്ടി വരുന്ന വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. മറ്റേത് നോക്കി തീരെ മോശമാണെങ്കിൽ മാറ്റി കൊടുക്കും. ഇപ്പം ഈ വണ്ടിക്കൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നോക്കണം, സർവീസ് നോക്കിയാലേ അറിയാൻ പറ്റും. എങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു 2016 ശേഷം അല്ലേ? ഇത് 15 2018 ശേഷമുള്ള വണ്ടിക്കാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് അല്ലേ? വാറണ്ടി വരുന്നതിനാണ് ഓയിലെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കുക. 2018 മോഡൽ സിയാസ് ആണ്. 2018 സിയാസ് ഓട്ടോമാറ്റിക് ഡെൽറ്റ വേരിയന്റ് ആണ്. വണ്ടി കാണാൻ കൊള്ളാം. 41,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. അത്ര ഓടിയിട്ടുള്ളൂ. ജനുവൻ കിലോമീറ്റർ വണ്ടിക്കാകെ കൊള്ളാം. ഫോർഡ് പവറിൻ്റെ മിറർ കൺട്രോള്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇതെല്ലാം വരുന്നുണ്ട്. ബാക്ക് AC വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ്. ടയറൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 745. ഇത് ഈ മോഡൽ, അതായത് ഈ വർഷം, അതായത് ഈ വണ്ടിയുടെ വർഷം ഇറങ്ങിയപ്പം വണ്ടിക്ക് എത്ര രൂപ ഉണ്ടായിരുന്നു? എനിക്ക് കൃത്യമായി അറിയില്ല. കൃത്യമായിട്ട് അറിയില്ല. നേരത്തെ ഒറ്റയടിക്ക് പറഞ്ഞ കേട്ടല്ലേ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പം ഇത് 740 പ്രൈസ്. അത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? അതെ. ഇതും 2017 സിയാസ് ആണ്. നേരത്തെ കണ്ടത് 18 ഇത് 17. ഇത് 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജനുവൻ കിലോമീറ്റർ. സീറ്റ വേരിയന്റ് ആണ്. നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാണല്ലോ. ഓട്ടോമാറ്റിക്. മൈലേജ് ഒക്കെ എങ്ങനെ ആയിരിക്കും? 14-15 ആ റേഞ്ച്. പെട്രോൾ. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് അല്ല, അതിന് തൊട്ട് താഴെ. ബാക്ക് AC എൻ്റെ ഒക്കെ വരുന്നതാണ് അല്ലേ? ഓക്കെ. ടയേഴ്സ് 4 ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ഒന്നുമില്ല. എത്ര ചോദ്യം? 760. കഴിഞ്ഞ വണ്ടി എത്രയൊക്കെ തന്നെ അല്ലേ ചോദിച്ചത്? നേരത്തെ 740 ആയിരുന്നു. 740. അത് സെക്കൻഡ് വേരിയൻ്റ് ആയിരുന്നു. 40,000 കിലോമീറ്റർ ഓടിയതാണ്. ഇത് 25,000 കിലോമീറ്റർ സീറ്റ വേരിയൻ്റ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ബ്രീസയാണ് ഏകദേശം 8 ലക്ഷത്തി സംതിങ് ചോദിച്ച വണ്ടി കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണെന്നുള്ളതുകൊണ്ട് പുള്ളി തന്നെ പറഞ്ഞു അത് വേണ്ട. കഴിഞ്ഞ 1-2 വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വില കൂടുതലായതുകൊണ്ട് പോകാത്തതാണെന്ന് ചീത്ത വിളിക്കുകയല്ല. അങ്ങനത്തെ മോഡലായതുകൊണ്ടാണെന്നാണ് പുള്ളിയും പറയുന്നത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലേക്കുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.